നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിലെ പിണറായിയുടെ ബെസ്റ്റ് സെലക്ഷൻ ആയിരുന്നു വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. എന്തുകൊണ്ടും ആ സീറ്റിന് അർഹ അവർ തന്നെയായിരുന്നു. അതിങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും അവർ തെളിയിച്ച് കാണിക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ തെളിയിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. അറിഞ്ഞു കാണുമല്ലോ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം. ഇപ്പൊ പിന്നെയും ഇതേപോലൊരു സംഭവം നടന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിന് പറ്റിയ ബെസ്റ്റ് ആള് തന്നെ വീണ എന്ന് നമുക്ക് ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാം. അതായത് തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച ദുബായിൽ നിന്നും മന്ത്രി വീണ ജോർജ് മടങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായി മന്ത്രിയെ സ്കാനർ പരിശോധനയ്ക്ക് വിധേയമാക്കി. അത് നമ്മുടെ മന്ത്രിക്ക് പിടിച്ചില്ല. ഇതോടെ മന്ത്രി കേറി വയലന്റായി. ഭർത്താവ് ജോർജ് മൊത്ത് ദുബായ് സന്ദർശനം കഴിഞ്ഞാണ് മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ അവിടെ ഇരുന്നത് ബീഹാറിയായ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. ബീഹാറിക്ക് എന്ത് വീണ ജോർജ് വന്നിരിക്കുന്നു? അവർക്ക് ഇവിടുത്തെ ആടി ഉലയാത്ത കപ്പലോ കപ്പിത്താനോ വല്ലതും അറിയാമോ? അതെന്തായാലും നമ്മുടെ വീണ മാഡത്തിന് സഹിച്ചില്ല. ഇതോടെ മന്ത്രി ക്ഷുഭിതയായി. പിന്നെ പല വീരവാദവും നടത്തി. ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി. പക്ഷേ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ സംഭവത്തിന്റെ CCTVയും കസ്റ്റംസുകാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണത്. കസ്റ്റംസുകാരോട് പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത്. നിങ്ങൾ ഈ ബാഗ് എന്റെ ഓഫീസിൽ കൊണ്ടുതരും എന്നായിരുന്നു വെല്ലുവിളി. എന്നാൽ ആരും ബാഗ് കൊണ്ടു കൊടുത്തില്ല. അവസാനം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആളെത്തി ആ ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു. ദുബായിൽ മന്ത്രി നടത്തിയത് സ്വകാര്യ യാത്രയായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് ജോർജ് മൊത്തായിരുന്നു ആ യാത്ര. ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൂടിയായിരുന്നു യാത്ര നടത്തിയത്. ഇത് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മന്ത്രിയെ ബീഹാറിയായ ഉദ്യോഗസ്ഥ തിരിച്ചറിഞ്ഞില്ല. സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തി. ഇതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. പിന്നീട് മന്ത്രി പൊട്ടിത്തെറിച്ചു. ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞു. കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലരും വന്നു. അവരുടെ സാന്നിധ്യത്തിലും വെല്ലുവിളി തുടരുകയായിരുന്നു. ഇതോടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പരിശോധന നടത്തിയതോടെ വീണ കൂടുതൽ പ്രകോപിതയായി. ഇനി ബാഗ് കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞു. ഇതിനിടെ എത്തിയ ഒരു ജീവനക്കാരന് മന്ത്രിയെ തിരിച്ചറിയാനായി. പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. സോറി അടക്കം പറയാനും മന്ത്രിയെ അനുനയിപ്പിക്കാനുമുള്ള ശ്രമം ഒന്നും അവിടെ വിജയിച്ചില്ല. കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് ഉയർത്തിയത്. ഇതോടെ സമ്മർദ്ദത്തിലായി ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. നടന്നതെല്ലാം വിശദീകരിച്ചു. ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ല എന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി. ഇതിനിടയിലും മന്ത്രി വീണ ജോർജ് ബഹളമുണ്ടാക്കലും ഇങ്ങനെ തുടരുകയാണ്. കസ്റ്റംസിന്റെ നിയമം അനുസരിച്ച് ബാഗ് പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ് വീണയുടെയും ബാഗ് നോക്കിയത്. അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള നടപടികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ജീവനക്കാർക്ക് മുകളിൽ നിന്നും കിട്ടി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വീണയ്ക്ക് പരിശോധനയ്ക്ക് വിധേയയാകേണ്ടി വന്നു. ദേഹപരിശോധനയും നടത്തി. ഇതിനുശേഷവും വെല്ലുവിളി തുടർന്ന മന്ത്രി ഹാൻഡ് ബാഗ് എടുക്കാതെ പോയി. തന്റെ ഓഫീസിൽ ഈ ബാഗ് നിങ്ങൾ കൊണ്ടുതരുമെന്ന പഞ്ച് ഡയലോഗ് മന്ത്രി നടത്തിയിട്ടാണ് പോയത്. പക്ഷേ കസ്റ്റംസുകാർ ആരും ബാഗുമായി മന്ത്രിയുടെ ഓഫീസിൽ പോയില്ല. ഈ സംഭവത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നെത്തി മറ്റൊരാൾ ബാഗ് വാങ്ങി പോവുകയും ചെയ്തു. അതിനിടെ കസ്റ്റംസുകാർക്കെതിരെ വീണ ജോർജ് പരാതിയും നൽകി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കഴമ്പില്ലെന്ന് കസ്റ്റംസ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം വിവാദമാക്കുന്നതിൽ നിന്നും മന്ത്രിയുടെ ഓഫീസ് പിന്മാറിയത്. ഏതായാലും കേരളത്തിനും മന്ത്രിസഭയ്ക്കും അപമാനമായി മാറുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ വിവാദം. ഏതായാലും പിണറായി വിജയന് യോജിച്ച ഒരു മന്ത്രി തന്നെയാണിത്. എന്താണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.